കോൺഗ്രസിനെ വീണ്ടും പൊളിച്ചെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്നത്. ഡെറാഡൂണിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ വലിയ വിമർശന ശരങ്ങളാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ, ഏറ്റവും ഒടുവിൽ അഹമ്മദ് പട്ടേലിനെതിരെ നരേന്ദ്രമോദി ഉയർത്തിയിരിക്കുന്നത്. AP എന്നുള്ളതിന്റെ ആ ചുരുക്കം അഹമ്മദ് പട്ടേൽ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നതെന്നും കോൺഗ്രസുമായി ഏറ്റവും അടുപ്പമുള്ളത് ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ട്. മാത്രവുമല്ല, ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ നിന്നും ലഭിച്ച AP എന്നുള്ളത്, ഫാമിലി എന്നുള്ളത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ് അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലുള്ള ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ. എങ്ങനെ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളത് കോൺഗ്രസിന് മുന്നിൽ വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും 2014 നിന്നും 2019 എത്തുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കുക എന്നൊരു വലിയ ലക്ഷ്യം കോൺഗ്രസിന് മുന്നിലുണ്ട്. NDAയുടെ കയ്യിൽ നിന്നും UPയിലേക്ക് അധികാരം കൊണ്ടുവരാനുള്ള വലിയ രാഷ്ട്രീയ ചരടുവലികൾ, BJPക്കുള്ളിലെ അതിർത്തികളൊക്കെ മുതലെടുത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ മുന്നേറുമ്പോഴാണ് ഇപ്പോൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വലിയ തലവേദനയായി കോൺഗ്രസിന് മുകളിൽ കാർമേഘമായി ഉരുണ്ടുകൂടിയിരിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കും, ഈ അഴിമതി മഴയിൽ നിന്നും എങ്ങനെ നനയാതെ രക്ഷപ്പെടും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോഴും വലിയ കീറാമുട്ടിയായി തുടരുകയാണ്. ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ അഹമ്മദ് പട്ടേലിന്റെ പേര് വരുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പോൾ അത് ഗാന്ധി കുടുംബത്തിലേക്ക്, സോണിയാഗാന്ധിയിലേക്ക്, രാഹുൽ ഗാന്ധിയിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആരോപണമായി ഭരണപക്ഷം ഉന്നയിക്കുകയാണ്. പ്രതിപക്ഷത്തിന് ഇത് വല്ലാതെ ആശങ്കയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ നിൽക്കുകയാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാട് എന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്റ്റ്യൻ മിഷേൽ പറയുന്ന ആ ഡയറി കുറിപ്പിലുള്ള പേരുകൾ അത് അഹമ്മദ് പട്ടേലിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നെഹ്റു കുടുംബവുമായി, ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുപ്പമുള്ള അഹമ്മദ് പട്ടേലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതുതന്നെയായിരിക്കും BJP ഈ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന തുറുപ്പുചീട്ട്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പ്രതിരോധ വകുപ്പിനെതിരെയും NDA സർക്കാരിനെതിരെയും ആകെ പ്രതിപക്ഷം വലിയ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ വീണ് കിട്ടിയ വലിയൊരു കച്ചത്തുരുമ്പാണ് ഇപ്പോൾ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെയുള്ള വലിയ ആയുധമായി അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ NDA സഖ്യം ഉപയോഗിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതായാലും കേരളത്തിൽ സ്ഥാനമുറപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ ഒരു പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ള ആക്ഷേപങ്ങൾ NDA ഉയർത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഈ അഴിമതി ആരോപണങ്ങൾ, അതിന്റെ കറകൂടി ഒരുപക്ഷെ പുരണ്ടാൽ അത് വലിയ വെല്ലുവിളിയാകും എന്നുള്ള ചില സൂചനകൾ രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വെക്കുകയാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക്, ഏപ്രിൽ 23 തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി പ്രതിപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭരണപക്ഷം വരുമ്പോൾ അത് NDA സംബന്ധിച്ച് വളരെ നിർണായകമായി മാറും. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയൊരു മുന്നേറ്റം UPയ്ക്കുണ്ട്. അതിനെയൊക്കെ ഇത് തൃശങ്കൂലാക്കുമോ എന്നൊരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ ഉന്നയിക്കുന്നുണ്ട്.